അമേരിക്കൻ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കണിനെ ആക്രമിച്ചിരിക്കുകയാണ് ഹൂത്തികൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ടെൽ അവീവിലെ സുപ്രധാന ഇസ്രയേൽ സൈനിക ബേസ് ആക്രമിച്ച ശേഷം ഹൂത്തികൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട അക്രമമാണ് എബ്രഹാം ലിങ്കണെതിരെ ഹൂത്തികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യമൻ തീരത്തേക്ക് കടക്കുന്നതിനിടെയാണ് ഹൂത്തി പോരാളികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് US യുദ്ധക്കപ്പലുകൾ വിധേയമായത്. ഇക്കാര്യം പെന്റഗൺ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. US വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിനെയും 2 US ഡെസ്ട്രോയറുകളെയും ആക്രമിച്ചതായി ഹൂത്തി സായുധ സംഘവും അവകാശപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കടലിനെ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെയുള്ള യാത്രക്കിടെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഒന്നിലധികം ആക്രമണങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് സെൻകോം സേന വിജയകരമായി ചെറുത്തു എന്ന് പെന്റഗൺ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ വ്യക്തമാക്കുകയും ചെയ്തത്. 2 US ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ USS സ്റ്റോക്ക്ഡെയിൽ, USS പ്രുവൻസ് എന്നിവയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നും വ്യക്തമാണ്. കുറഞ്ഞത് 8 വൺ-വേ ആക്രമണ ഡ്രോണുകളും 5 ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും 3 ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂത്തികൾ അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നത്. എന്നാൽ എല്ലാ ഹൂത്തി ഡ്രോണുകളും മിസൈലുകളും വിജയകരമായി തന്നെ തങ്ങൾ തകർത്തു എന്ന് അമേരിക്കൻ നാവികസേനയും വ്യക്തമാക്കി. കൂടാതെ US നാവികസേനയുടെ കപ്പലുകൾക്ക് ഒന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുമാണ് പെന്റഗൺ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്നാൽ കപ്പൽ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഹൂത്തികൾ പറയുന്നത്. യഹിയ സാരി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം കൃത്യമായി ആ വിഷയം ഉയർത്തിക്കാണിക്കുന്നു. ആക്രമണം 8 മണിക്കൂർ നീണ്ടുനിന്നു എന്നും അമേരിക്കൻ സേനയെ യമൻ ചെങ്കടലിൽ നിന്ന് തുരത്തിയതായും ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട്. ഹൂത്തി വക്താവ് യഹിയ സാരി ആക്രമണത്തെക്കുറിച്ച് പറയുന്ന വീഡിയോകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണ് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ തുടർന്ന 2 അമേരിക്കൻ ഡെസ്ട്രോയറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഉള്ളതായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ വിജയകരമായിരുന്നു എന്നും അതിൻ്റെ ലക്ഷ്യങ്ങൾ തങ്ങൾ നേടിയെടുത്തു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തലസ്ഥാനമായ സന ഉൾപ്പെടെ യമനിലെ വലിയ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂത്തികൾ 2023 നവംബർ മുതൽ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും ഇസ്രയേലുമായി ബന്ധിപ്പിച്ചുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അനുവാദമില്ലാതെ ചെങ്കടൽ കടക്കുന്ന ഏത് കപ്പലിനെയും രാജ്യങ്ങളുടെ കൊടിയടയാളം നോക്കാതെ ആക്രമിക്കുമെന്ന് യമൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. തുടർന്ന് ചെങ്കടൽ കടക്കാൻ ശ്രമിച്ച ഒരു ഇസ്രയേൽ കപ്പൽ ആക്രമിക്കുകയും യമൻ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പൽ ഇപ്പോൾ മ്യൂസിയമായാണ് ഹൂത്തികൾ ഉപയോഗിച്ചു വരുന്നത്. തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം ചില അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഉപേക്ഷിച്ചിരുന്നു. ഗൾഫ് യൂറോപ്പ് ഇടനാഴി പോലെ പ്രവർത്തിക്കുന്ന ചെങ്കടലിൽ യമൻ തീരങ്ങളിൽ യമനികൾക്കും ഹൂത്തികൾക്കുമുള്ള സാന്നിധ്യം നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. അവർ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ തീരം ചുറ്റി ദിവസങ്ങൾ എടുത്താണ് ഇപ്പോൾ ചില കപ്പലുകൾ പുറപ്പെടുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും സുരക്ഷാ ഭീഷണിയുമാണ് ഓരോ കപ്പൽ കമ്പനികൾക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഗാസ പട്ടിണി കിടക്കുമ്പോൾ ഇസ്രയേലിന്റെ വിശപ്പ് മാത്രം അങ്ങനെ ആരും മാറ്റേണ്ടെന്ന നിലപാടാണ് ഹൂത്തികൾക്കുള്ളത്. ഗാസയോടുള്ള ഐക്യദാർഢ്യമാണ് തങ്ങളുടെ ഈ പോരാട്ടമെന്നും ഹൂത്തികൾ പറയുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഹൂത്തികൾ പിടിമുറുക്കിയതാണ്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 90-ലധികം കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്, ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 4 നാവികരെ വധിക്കുകയും 2 കപ്പലുകൾ മുക്കിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ളതും ജാപ്പനീസ് കാരിയറുമായ ഗാലക്സി ലീഡർ എന്ന കപ്പലിന്റെ ജീവനക്കാർ യമനിലെ ചെങ്കടലിൽ ഇപ്പോഴും തുടരുകയാണ്. ചെങ്കടലിൽ ഹൂത്തി സാന്നിധ്യം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ സംയുക്ത സൈനിക ഓപ്പറേഷന് ശ്രമിച്ചുവെങ്കിലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ സഖ്യത്തിൽ നിന്നും പിന്മാറുന്നതും നമ്മൾ കണ്ടതാണ്. തുടർന്ന് ബ്രിട്ടനും അമേരിക്കയും യമനികൾക്കെതിരെ ഹൂത്തികൾക്കെതിരെ രൂക്ഷമായ വ്യോമാക്രമണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഹൂത്തികൾ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ചെങ്കടലിൽ സാന്നിധ്യം അവർ നാൾക്കുനാൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ തങ്ങൾ തകർത്തു എന്ന് പെന്റഗൺ അതിനുശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്.
ഹൂത്തികളുടെ 5 ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്കെതിരെ ആണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നുമാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും അധികം വൈകാതെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്രയേലിലെ ടെൽ അവീവിലെ ഇസ്രയേലിന്റെ സുപ്രധാനമായ സൈനിക ബേസ് ഹൂത്തികൾ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുകയും വലിയ നാശനഷ്ടം ഇസ്രയേലിനകത്ത് സൃഷ്ടിക്കുകയും ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ നാവിക പടക്കപ്പലിനെതിരെ അവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലും അമേരിക്കയും ഏത് നിമിഷവും ഇനി യമനിനെതിരെ അതിമാരകമായ ആക്രമണങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരിൽ നിന്നും വ്യക്തമാകുന്നത്.